ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്രിറ്റ്സ് ലൈഫ് ബൈ ശ്രുതി ആൻഡ് ആശേഷ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ആഡംബര കപ്പലിലെ ബാൽക്കണി ക്യാബിൻ വ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. 16238 ആണ് നമ്പർ വരുന്നത്. 16 ഡക്കിലാണ് നമ്മുടെ ക്യാബിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു വെൽക്കം ലെറ്ററൊക്കെ അവിടെ കിട്ടി. ശരിക്കും ഒരു ട്വിൻ ക്യാബിനായിട്ടാണ് വരുന്നത്. പക്ഷേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നും നമുക്ക് യാതൊരു സൗണ്ടും കാര്യങ്ങളും അങ്ങനെയൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കീയും ഒരു ചെറിയ ഒരു വെൽക്കം ലെറ്ററൊക്കെ അവരവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കാർഡായിരുന്നു, നമ്മുടെ ഹോട്ടലിലൊക്കെ പോലെ തന്നെ ഒരു കാർഡാണ് നമുക്ക് കീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ കാർഡിട്ട് നമ്മൾ നമ്മുടെ ക്യാബിനിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തപ്പോഴേ അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്യാബിനുള്ളത് വേണോ, ക്യാബിൻ ഇല്ലാത്തത് വേണോ, അതുപോലെ പല ഓപ്ഷനുകൾ, അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് നമ്മൾ ഈ ക്യാബിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ക്യാബിൻ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ബാൽക്കണി വേണമെന്ന് നല്ലൊരു ആഗ്രഹമായിരുന്നു. കാരണം എന്നാലല്ലേ നമുക്ക് സീ വ്യൂ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാബിൻ്റെ വ്യൂ ഇതാ. ജസ്റ്റ് കയറി വരുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തന്നെ നമുക്ക് ചെറിയൊരു ടോയ്ലറ്റ് അവർ തന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഷവറാണ് വരുന്നത്. അടിപൊളിയായിട്ട് നല്ല ക്ലീനായിരുന്നു, എല്ലാം പളപളാ മിന്നുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് നമുക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹാൻഡ് ജെല്ല് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വാഷ് ബേസിനുണ്ട്, നല്ല അത്യാവശ്യം നല്ലൊരു വലിയ മിററുണ്ട്, നമ്മളെ ഫുള്ളായിട്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബിന്ന്, ടവൽസ്, ഹാൻഡ് ടവൽസ്, കുളിക്കാനുള്ള ടവൽസ് എല്ലാം അവിടെ റെഡി ആയിരുന്നു. ഷാംപൂ, കുളിക്കാനുള്ള സാധനങ്ങൾ എല്ലാം അവിടെ റെഡി ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത്. അത്യാവശ്യം വലിയൊരു ക്യൂൺ സൈസ് ബെഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും അടിപൊളിയായിട്ട് കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡ് തന്നെയായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ കയറി കിടക്കാനേ തോന്നത്തില്ലായിരുന്നു, അത്രയും ക്ലീൻ ആയിട്ട് നല്ല വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നമുക്ക് അത്യാവശ്യം ഇഷ്ടം പോലെ കബോർഡ്സ് അവൈലബിൾ ആണ് അവിടെ കോട്ട് ഹാങ് ചെയ്യാനായിട്ടും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് അവിടെ ഒരു ലോക്കർ ഉണ്ടായിരുന്നു. നമ്മുടെ എക്സ്പെൻസീവ് സാധനങ്ങൾ അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സുരക്ഷിതമായിട്ട്. അപ്പോൾ നമുക്കതിൻ്റെ ലോക്ക് നമുക്ക് തന്നെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് തന്നെ വെക്കാൻ പറ്റും. നല്ല അടിപൊളി അത്യാവശ്യം വലിപ്പത്തിലുള്ള കബോർഡ്സ് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. അവരൊരു ഹെയർ ഡ്രയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയായിരുന്നു. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് ഗേൾസിനൊക്കെ മുടി ഉണക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം നമ്മളത് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. അപ്പം നേരത്തെ അവരത് നമുക്ക് തന്ന പാക്കേജിൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും എടുത്തില്ല. പിന്നെ ലൈഫ് ജാക്കറ്റാണ്, 3 ലൈഫ് ജാക്കറ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഓഫ് എനി എമർജൻസി. അപ്പം ഇത് നമ്മൾ കോട്ടൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ ഹാങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ് കേട്ടോ കബോർഡൊക്കെ, അത് തന്നെ നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പം ആ ബെഡിൻ്റെ മുകളിൽ തന്നെ അവരൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു, ലഗേജ് എന്ന് എഴുതിയിട്ട്. ഓൾറെഡി അവർ കയറി ചെന്നപ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലഗേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഷീറ്റിന് മുകളിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ലഗേജ് പല സ്ഥലത്തും ഇട്ടിട്ട് ചെളിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ, അപ്പോൾ വൈറ്റ് ഷീറ്റിലൊക്കെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് ഏരിയ തന്നെ അവർ തന്നിട്ടുണ്ട്. അവിടെ ചെറിയൊരു സോഫ കം ബെഡാണത്. നല്ലൊരു അടിപൊളിയൊരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, വാൾ പിക്ചർ. നല്ല രസമുണ്ടായിരുന്നു, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബ്ലൂ കളറിലുള്ള വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആ സോഫ അത് പൊന്നൂസിന് വേണ്ടിയിട്ട് അവർ തന്നതാണ്. സോഫ കം ബെഡാണ്, നമുക്ക് കിടക്കാൻ നേരത്ത് നമുക്കത് ബെഡാക്കി മാറ്റാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലിയൊരു TV തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയുള്ള ടെലികോം ഉണ്ട്, ഗ്ലാസസ്, കപ്സ്, ടീ ആൻഡ് കോഫി, ഷുഗർ ആൻഡ് അങ്ങനെയുള്ള സാധനങ്ങൾ, അത്യാവശ്യം ഒരു ചായ ഇട്ട് കുടിക്കാൻ അല്ലെങ്കിൽ കാപ്പി ഇട്ട് കുടിക്കേണ്ട വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അടങ്ങിയ ബുക്ക്ലെറ്റ്സ്, പാക്കേജസ് എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഒരു കെറ്റിലും കൂടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടുവെള്ളം കുടിക്കേണ്ടവർക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാം. ഇതെല്ലാം ഞങ്ങൾ ചെന്നപ്പോഴേ അവിടെ ടേബിളിൽ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളും കുട്ടികളുടെയും വലിയവരുടെയും ആക്ടിവിറ്റീസും ഷോസും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ ചെറിയൊരു സീറ്റിംഗ്, അവിടെ ഒരു ചെയർ തന്നിട്ടുണ്ട്. ഇതൊരു മിനി ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലഗേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ലഗേജ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവർ തന്നിട്ടുണ്ട്. അതിൻ്റെ ബാഗ് ജസ്റ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ
ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ബാൽക്കണിയാണ്. ആ ബാൽക്കണീൻ്റെ വ്യൂ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. ഏറ്റവും ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു അയ്യോ തണുപ്പല്ലേ ബാൽക്കണി ബുക്ക് ചെയ്തിട്ടും എന്തെങ്കിലും പ്രയോജനമൊക്കെ ഉണ്ടാവുമെന്ന്. പിന്നെ ചില ബാൽക്കണീസൊക്കെ വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒബ്സ്ട്രക്ഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ പാടില്ല, ഒരു വ്യൂ വേണം എന്നുള്ളത്. അപ്പോൾ ബാൽക്കണി ഡോറ് തുറന്ന് നല്ല സേഫായിട്ടൊരു ഡോറാണ്, കിഡ്സിനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അടിപൊളി ഒരു വ്യൂ ആണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. അതവിടെ നമ്മൾ പോട്ടിൽ ഇതുവരെ ഷിപ്പ് മൂവ് ആവാൻ തുടങ്ങിയിട്ടില്ല, സ്റ്റിൽ പോട്ടിലാണുള്ളത്. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. സീൻ്റെ മീൻസ് ബോർഡറിലാണ്, നമ്മളിപ്പോൾ സൗത്താംപ്റ്റൺ ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് സൗത്താംപ്റ്റൺ സിറ്റീൻ്റെ ഏകദേശം ഭാഗങ്ങളും സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ പാട്ടുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാണുന്നിടത്താണ് നമ്മുടെ വണ്ടി എവിടെയോ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. സ്റ്റിൽ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളവിടെ കാർ നിർത്തി നമ്മുടെ ലഗേജ് അവിടെ ഡ്രോപ്പ് ചെയ്ത് അവർ സെക്യൂരിറ്റീസ് വന്ന് നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ബോർഡിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാബിനിൽ വന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നന്നായി വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 4 to 5 റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് നോക്കിയിട്ട് എല്ലാ റെസ്റ്റോറൻറ്റുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നൈറ്റിലേക്ക്, അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് നമ്മൾ സെറ്റിലാവാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഓരോന്നുള്ളൂ 1 by 1 നമ്മൾ ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.